ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു യൂട്യൂബ് ബ്ലോഗല്ല. കാരണം ഇതിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കണം എന്ന് കൂടി എനിക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് ഒരു ദിവസത്തെ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇത് എപ്പോഴൊക്കെയോ 2 ആഴ്ചക്കകം എടുത്ത കുറേ അവിടുന്ന് ഇവിടുന്നൊക്കെ ചീവി എടുത്ത വീഡിയോസിൻ്റെ അവിടുന്നും ഇവിടുന്നും പിന്നെ മിനുക്കുപണി ചെയ്തെടുത്ത വീഡിയോകളാണ്. യൂട്യൂബ് ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം തോന്നും. ആ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് സെറ്റാക്കും. മെയിൻ പരിപാടി എന്നാന്ന് ഇപ്പോഴത്തെ പരിപാടിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറക്കമാണ്. ഈ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് എണീറ്റ് അല്ലറച്ചില്ല പരിപാടിയെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോൾ പിന്നെ ഈ യൂട്യൂബിൻ്റെ പുറകെ പോകാൻ എനിക്ക് സമയമില്ല. അത് ശരിക്കും പിന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് വൺ ഡേ വിത്ത് എ ഫുൾ ബാങ്ങോടുകൂടി ഞാൻ തിരിച്ചു വരും. ബാങ് എന്ന് പറയുമ്പോഴും എൻ്റെ തൊണ്ട ഇടറുന്നു. എന്നാലും ഫുൾ ഹെൽത്ത് ഞാൻ സ്വരൂപിച്ച് ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ സോളുമ. ഞാൻ എൻ്റെ വ്ലോഗിന് എന്ത് പേരിടും എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനിപ്പോൾ ഒരു വീക്ക്ലി വ്ലോഗ് ആയിരുന്നെങ്കിൽ വീക്ക്ലി വ്ലോഗ് എന്ന് പറയാമല്ലേ, കൂടുതലും വീക്ക്ലി വ്ലോഗാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാനും പറ്റത്തില്ല. കാരണം ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഡേ അല്ലേ. ഡേയ്സ് ഇൻ മൈ ലൈഫ് അങ്ങനെ ആക്കാം. ഇപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഡേയ്സ് ഇൻ മൈ ലൈഫ്. പിന്നെ ചപ്പാത്തിലൂടെ മുട്ട ഓംലേറ്റ് അല്ല, ഇത് ബുൾസൈ ആണെന്ന് ചോദിച്ചാൽ ബുൾസൈ അല്ല. ഇത് കുറച്ച് വേവിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് നമ്മുടെ വീട്ടിൽ. മുട്ടയുടെ ഉണ്ണി നന്നായിട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു സമ്പ്രദായം കേട്ടോ. ആ ഒരു കോംബോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഏത് കോംബോ? ചപ്പാത്തിയും മുട്ട ഓംലേറ്റും. നല്ല ടേസ്റ്റാണ്. ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്നാണെന്നറിയാമോ? ഞാൻ നേച്ചറുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവാൻ ശ്രമിക്കുകയാണ്. യൂണിവേഴ്സ് വിൽ ഹീൽ ഓൾ ദി ഇഷ്യൂസ് എന്നാണല്ലോ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഹീൽ ചെയ്യാൻ യൂണിവേഴ്സിനെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ ഞാനിങ്ങനെ നേച്ചറായിട്ട് കൂടുതൽ കണക്റ്റ് ആവുകയാണ്. ഒരു ഇടക്കാലത്ത് വെച്ചിട്ട് എനിക്ക് ഈ ലോകത്ത് ഞാൻ ഇങ്ങനെ മണ്ണിൽ ഇറങ്ങി നടക്കുക പോലും ഇല്ലായിരുന്നു. ചെരുപ്പിട്ട് ഭൂമിയിൽ ഇറങ്ങി നടക്കുന്ന പരിപാടി പോലും എനിക്കില്ലായിരുന്നു. ഡ്യൂട്ടി ചെയ്യാൻ നേരെ വീട്ടിൽ കയറി ഈ മാർബിൾ ചവിട്ടുള്ള പരിപാടി ഇല്ലാതെ. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് നേരം നടക്കും, കുറേ കാറ്റ് കൊള്ളും, തന്നെ ഇരിക്കും. നല്ല രസമാണ്. ഒരു ഫീൽ ഗുഡാണ്, ഫീൽ ബെറ്ററാണ്. യൂണിവേഴ്സിനെ കുറച്ചും കൂടെ അറിയാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറേ അങ്ങനത്തെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് യൂണിവേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളൊക്കെ വായിക്കുന്നതുകൊണ്ടാണോ ആ ഒരു ചിന്താഗതി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേ ബി ആയിരിക്കും. ബട്ട് നിങ്ങളും യൂണിവേഴ്സിനെ അറിയാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ കൺസേൺസും എല്ലാം നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുക. ഡെഫിനറ്റ്ലി അത് എന്താ പറയുക, നിങ്ങളുടെ അതിനൊരു ഡിസയറുണ്ട്, അത് നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കും തീർച്ചയായിട്ടും. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊരു വലിയ സത്യമാണ് കേട്ടോ. മാനിഫെസ്റ്റേഷൻ, നമ്മുടെ ഈ യൂണിവേഴ്സിന് ഒരു എനർജി ഉണ്ട്. ആ എനർജീനെ നമ്മളൊരു പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങളെപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക യൂണിവേഴ്സിന്. അതായത് നിങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു സാധനം നിങ്ങൾക്ക് കൈ കിട്ടി എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. തീർച്ചയായിട്ടും എന്താവും, യൂണിവേഴ്സ് നിങ്ങൾക്കത് തിരിച്ച് തന്നിരിക്കും. 100% ഷുവർ. നിങ്ങൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. നേച്ചറായിട്ട് കുറച്ചും കൂടെ കണക്റ്റഡ് ആവുക, കുറച്ചും കൂടെ പോസിറ്റീവ് ആവാൻ സാധിക്കും കേട്ടോ. അതായത് നമ്മുടെ സൺലൈറ്റ്, നമ്മളെ ഭൂമിയായിട്ട് പിടിച്ച് കണക്ട് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. സൺലൈറ്റ്, വിൻഡ്, മരങ്ങൾ, ഈ എന്താ പറയുക, വെള്ളം, വായു, ഭക്ഷണം, മണ്ണ്, ഇതുമായിട്ട് കുറച്ചും കൂടെ നമ്മൾ റിലേറ്റ് ആവുക, കുറച്ചും കൂടെ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ത് പോസിറ്റീവ് സാധനം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ തന്നെ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് ചിന്തിക്കും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകും. ഈവൻ നിങ്ങൾക്ക് ഒരു അണ്ണാങ്കുഞ്ഞ് കരയുന്നത് പോലും, അല്ലെങ്കിൽ അണ്ണാങ്കുഞ്ഞിൻ്റെ ഒച്ച പോലും നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. ചിലവർക്ക് അണ്ണാങ്കുഞ്ഞ് പോയിട്ട് ഒരു ചെറിയൊരു കിളിയുടെ ഒച്ച കേട്ടാൽ പോലും ഇറിറ്റേറ്റഡ് ആവും. അതെന്താണെന്നറിയോ? നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, കൺസേൺസും കൊണ്ട് നിറഞ്ഞ് മൈൻഡ് ഡിസ്റ്റർബായിട്ട് നിങ്ങൾ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇഷ്യൂസ് വരുന്നത്. അങ്ങനെയൊന്നും
വരരുതെന്നല്ല, മനുഷ്യനായാൽ ടെൻഷൻ അടിക്കും തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് അതിൻ്റെ ലെവൽ റേഷ്യോ കുറയ്ക്കുക കേട്ടോ. സോ യൂണിവേഴ്സുമായിട്ട് കുറച്ചും കൂടെ കണക്റ്റ് ആവുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ യൂണിവേഴ്സുമായിട്ട് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാകും. അതുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക, ബുക്ക് വായിക്കുക. ഞാനിങ്ങനെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. ഞാനിപ്പോൾ ഇങ്ങനത്തെ മാർഗ്ഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ യൂണിവേഴ്സിന് അങ്ങ് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ അഫർമേഷൻസിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ യൂണിവേഴ്സിനല്ല, അത് വേറെ ആരെക്കൊണ്ടും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കോട്ട് പറഞ്ഞുകൂടി, ഈ ഒരു സുപ്രഭാതം കാണിച്ചതോടുകൂടി ഞാൻ എൻ്റെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. ടാറ്റാ.